ലൂസായിട്ടുള്ളതുമാണ് ഞാൻ എന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ചരിത്രത്തിൽ നിന്നും മനുഷ്യ സമൂഹം പിന്നോട്ടടിച്ചു. ആവർത്തിച്ച് റസൂലുള്ള പഠിപ്പിച്ചില്ലേ, വളരുന്ന പെൺമക്കളെ അള്ള തെരുവടോ കുടുംബബന്ധം. ചില ഉമ്മമാര് ന്യായീകരിക്കുന്നത് പോലെ നിങ്ങൾ പറയുന്ന മാതിരി ഇതേമാതിരി പർദ്ദയൊക്കെ ഇടിച്ച് നടന്നാല് ഒരാലോചന വരുവോ? കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ? അതുകൊണ്ട് കുറച്ച് പവറിൽ കൊണ്ടടക്കട്ടെ, ആരെങ്കിലും രണ്ടാള് കണ്ടിട്ടെങ്കിലും ഒരാലോചന വരട്ടെ എന്ന് ചിന്തിക്കുന്ന മുസ്ലിമെ, അള്ളയാണ് തന്നതെങ്കിൽ അള്ള തരും ഈ ദുനിയാവിൽ ഓരോന്നും. അതിന് അള്ള ഇഷ്ടപ്പെടാത്ത മാർഗം സ്വീകരിക്കരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളെ സ്വീകരിക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടമോ, ഈ കാലഘട്ടത്തിൽ നമ്മളുടെ അടുത്ത നാട്ടുകാരൻ എഴുതിയ ഒരു കവിതയുടെ വരികൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ, സ്ത്രീകളാരും വസ്ത്രം ധരിക്കാത്തതിനാൽ, യുവതികളാരും വസ്ത്രം ധരിക്കാത്തതിനാൽ വരൂ യുവാക്കളെ, നമുക്ക് നമ്മളുടെ കണ്ണുകൾക്ക് വസ്ത്രം ധരിക്കാം. ഇത് പറയിപ്പിക്കല്ലേ മുസ്ലിം സ്ത്രീകളെ. ഇസ്ലാം എന്നുള്ളതൊരു സംസ്കാരമാണ്, ലോകത്തിന് കണ്ടുപഠിക്കാനുള്ള സംസ്കാരം. ആ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശക്തികൾ ഈ കേരളക്കരയിൽ പോലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറുമറയ്ക്കാത്ത, മാന്യതയുടെ വസ്ത്രം ധരിക്കാത്ത ഒരു മുസ്ലിം സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമിന്റെ യശസ്സെന്നും മാറുമറച്ച, ശരീരം മറച്ച പെണ്ണിനെ ചൂണ്ടി ഇസ്ലാമിന്റെ കുടുസായ ചിന്താഗതികളെന്നും മാസികകൾ വ്യാഖ്യാനിച്ചു വിടുമ്പോ രക്ഷിതാക്കളെ അവിടെ തീരുമാനിക്കണം, എന്റെ മക്കളെ മറ്റൊരാളുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കാൻ ഞാൻ തയ്യാറാവില്ല. എന്താ കാരണം? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, യാ ബനി ആദം, ആദമിന്റെ മക്കളെ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, അള്ളാഹുവാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകിയിട്ടുള്ളത്. യുവാരി സൗആത്തിക്കും വരീഷ, നിങ്ങളുടെ നഗ്നത മറയാനും നിങ്ങളുടെ അലങ്കാരത്തിനും വേണ്ടി. വലിബാസുത് തഖ്വാ, സൂക്ഷ്മതയുടെ വസ്ത്രമുണ്ടല്ലോ. റസൂലുള്ള അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ഇറുകിപ്പിടിക്കാത്ത, ചാലുകൾ കാണാത്ത ഒരു പെണ്ണിന്റെ അവയവത്തെ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാത്ത, മറച്ചിട്ടും മറയാതെ നിൽക്കുന്ന അവളുടെ മുൻഭാഗത്തേക്ക് മറഞ്ഞിട്ടും മറയാത്തതായി തോന്നുന്ന സ്ത്രീകളെ, നിങ്ങളുടെ മുഖം മക്കന താഴ്ത്തിയിട്ടുകൊണ്ട് നിങ്ങൾ സമൂഹത്തെ കാക്കണേ എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണിന്റെ മൂർധാവിലെ മുടി മുതൽ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ അന്യപുരുഷന്മാർക്ക് അവകാശപ്പെടാത്തതാണെങ്കിൽ, മുസ്ലിം കുടുംബങ്ങളെ, നമ്മളുടെ മക്കളെ കൊണ്ട്, നമ്മളെ വസ്ത്രധാരണം കൊണ്ട് ആയിരക്കണക്കിന് പുരുഷന്മാരെ പിഴപ്പിച്ചതിന്റെയും നൂറുകണക്കിന് കുടുംബങ്ങളിൽ തീക്കോരിയിട്ടതിന്റെയും മാരക ശിക്ഷ പാരത്രിക ലോകത്ത് നമുക്കും നമ്മളെ മക്കൾക്കും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ റസൂലുള്ള സങ്കടത്തോടെ ഓർമ്മപ്പെടുത്തിയതും സ്വർഗത്തിന് അങ്ങേയറ്റം പരിമളമുണ്ട്, അതുവരെ ലോകത്തൊരു മനുഷ്യനും ആസ്വദിക്കാത്ത സുഗന്ധം അള്ളാഹുവിന്റെ സ്വർഗത്തിനുണ്ട്. ആ സുഗന്ധമാവട്ടെ 30 ദിവസം സ്വർഗത്തിന്റെ അരികിൽ നിന്ന് ഒരു കുതിര ഓടിയാൽ എത്ര ദൂരത്തെത്തുമോ അത്രയും ദൂരത്തേക്ക് സ്വർഗത്തിന്റെ ഗന്ധമുണ്ട്, സ്വർഗത്തിന്റെ വാസനയുണ്ട്. എന്നാൽ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, ആ ഗന്ധം കിട്ടാത്ത ലോകത്തെ ഒരു വർഗമാരെന്നറിയാമോ? അന്നിസാ, സ്ത്രീ വർഗങ്ങളാണ്. എന്തേ അവര് ചെയ്ത തെറ്റ്? തന്റെ ശരീരം മറച്ചിട്ടും മറ്റൊരാൾക്ക് വിരുന്നൊരുക്കിയവൾ, ശരീരത്തിലെ വസ്ത്രധാരണത്തിന്റെ കാരണത്താൽ മറ്റൊരാളുടെ ചിന്തയിൽ, അവളുടെ മനസ്സുകളിൽ തീക്കോരിയിട്ടവൾ, അവൾക്ക് സ്വർഗത്തിന്റെ ഗന്ധം പോലും അള്ളാഹു കൊടുക്കുകയില്ല. അവിടെയും നിർത്താതെ റസൂൽ ഓർമ്മപ്പെടുത്തി, അത്തരത്തിലുള്ള സ്ത്രീകളെ അള്ളാഹു എന്ത് ചെയ്യും? 2 സ്തനങ്ങളാലും വലിച്ച് ഒരു മരത്തിലേക്ക് പിടിച്ചു കെട്ടിയിടും. ചിന്തിക്കണം സഹോദരിമാരെ, 2 സ്തനങ്ങളിലും പിടിച്ച് മരത്തിലേക്ക് പിടിച്ചു കെട്ടുന്ന മാരക ശിക്ഷ കാത്തിരിക്കുന്ന പാരത്രിക ലോകത്ത് ആസന്നത്തിൽ മുളച്ച ആലുമായി മഹിഷറാ ലോകത്തോടിക്കളിക്കേണ്ട ലോകം, ആ ലോകത്ത് അപമാനിക്കപ്പെടാതിരിക്കാൻ, ഒന്ന് നന്നാവാൻ, ഒന്ന് തിരുത്താൻ ഇനിയും സമയം എവിടെ എന്ന് മനുഷ്യൻ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ, സെക്കൻഡ് വ്യത്യാസത്തിൽ ഓരോരുത്തരെ അല്ലാഹു തആല തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആലോചിക്കുക, മറക്കാതെ കുടുംബത്തെ ചിട്ടപ്പെടുത്തുക. സമാധാനം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെയുള്ളൂ. അത് തിരിച്ചറിയുക. ലോകത്ത് മറ്റൊന്നിലും സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല. സമയം അവസാനിച്ചു. ഒരേ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, പരസ്പരം പ്രാർത്ഥിക്കുക. മക്കൾ നന്നാവാൻ രക്ഷിതാക്കളും, രക്ഷിതാക്കൾ നന്നാവാൻ മക്കളും, അങ്ങനെ കുടുംബങ്ങളും പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല നന്നാക്കും. ആ നന്മയെ ദുനിയാവിൽ എന്നും നമുക്ക് ഉപകാരപ്പെടൂ. ഒരുപാട് പണമുണ്ടായിട്ടും ഒരുപാട് സമയമുണ്ടായിട്ടും
ഒരുപാട് ജീവിത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും സന്തോഷം കണ്ടെത്താതിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള മടക്കം കൊണ്ട് സംതൃപ്തി നേടുക. വസല്ലല്ലാഹു അലാ നബിയിന. അള്ളാഹു തആല ഇതേ രൂപത്തിൽ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മളേവരെയും ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.